ഹായ് ഓൾ, വെൽക്കം ടു ദ ബുക്ക് ഹൗസ്. ബുക്ക് ഹൗസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഫീരിയാസ് ലവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോമാണ് ബൈ ദ ഫേമസ് വിക്ടോറിയൻ പോയറ്റ് റോബർട്ട് ബ്രൗണിങ്. ആദ്യം നമുക്ക് ബ്രൗണിങ്ങിനെ കുറിച്ചൊരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ പോയത്തിലേക്ക് പോകാം. റോബർട്ട് ബ്രൗണിങ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് പോയറ്റാണ് ആൻഡ് ഓൾസോ ഒരു പ്ലേ റൈറ്റ് ആണ്. ആൻഡ് ഹൂസ് ഡ്രമാറ്റിക് മോണോലോഗ്സ് പുട്ട് ഹിം ഹൈ എമംഗ് ദ വിക്ടോറിയൻ പോയറ്റ്സ്. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വർക്കും ഒരു ഡ്രമാറ്റിക് മോണോലോഗാണ്. And he was noted for irony, characterization, dark humor, social commentary, historical setting, and challenging vocabulary and syntax. ഇദ്ദേഹത്തിൻ്റെ earlier long poem എന്ന് പറയുന്നത് പോലൈൻ ആണ്, which came out in the year 1833. And he was married to a fellow poet, Elizabeth Barrett Browning. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഇവരുടെ ഡെത്തിന് ശേഷമാണ് he came out with a collection Men and Women. ഇതും ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് കളക്ഷനാണ്. ആൻഡ് ഓൾസോ ഒരു ലോങ് എപ്പിക് പോം ഉണ്ട്, ദ റിംഗ് ആൻഡ് ദ ബുക്ക് എന്ന് പറയുന്നത്. Now what is dramatic monologue? Dramatic monologue എന്ന് പറയുന്നത് it is a type of poetry written in the form of speech of an individual character. ഒരു സ്പീച്ചിൻ്റെ ഫോമിൽ നമ്മൾ എഴുതുന്ന ഒരു പോത്തിനെയാണ് നമ്മൾ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത്. ഇനി M.H. അബ്രാംസ് ഡ്രമാറ്റിക് മോണോലോഗിന് ഒരു 3 ഫീച്ചേഴ്സ് ഇദ്ദേഹം നോട്ട് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സിംഗിൾ പേഴ്സൺ ആയിരിക്കും പറയുന്നത്, മേ ഓർ മേ നോട്ട് ബി എ പോയിറ്റ്, ആൻഡ് അട്ടേഴ്സ് ദ സ്പീച്ച് ദാറ്റ് മേക്സ് അപ്പ് ദ ഹോൾ പോം. ഓക്കെ, ഇനി ഇത് അഡ്രസ്സ് ചെയ്യുന്ന ആൾ, ഓക്കെ, ദ പേഴ്സൺ അഡ്രസ്സസ് ആൻഡ് ഇൻറ്ററാക്ട്സ് വിത്ത് 1 or more പീപ്പിൾ. നമുക്കറിയില്ല, ഓഡിയൻസ് ഒന്നിലധികമോ ആകാം. ഇനി ദ മെയിൻ പ്രിൻസിപ്പിൾ കൺട്രോളിങ് ദ പോയറ്റ്സ് ചോയ്സ് ആൻഡ് ഫോർമുലേഷൻ ഓഫ് ദ ലിറിക് സ്പീക്കർ സേസ് is to reveal to the reader. നമ്മൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ സൈക്കോളജിയൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യും. സോ ഈ ഒരു ഡ്രമാറ്റിക് മോണോലോഗിൽ നിന്നാണ് നമ്മൾ ആ ഒരു വ്യക്തിത്വത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത് ഈ ഒരു നറേഷനിൽ കൂടെ ആയിരിക്കും. സോ ഇതാണ് ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത്. Now moving on to our poem Porphyria's Lover. ഇതിൽ 6 സൈലൻ്റ് ആക്കിയാണ് ആക്ച്വലി പ്രൊനൗൺസ് ചെയ്യുന്നത്, പക്ഷെ പറഞ്ഞു വരുമ്പോഴത്തേക്കും 6 അറിയാണ്ട് പ്രൊനൗൺസ് ആയി പോകുന്നുണ്ട് കേട്ടോ. So, Porphyria's Lover is a poem by British poet Robert Browning, first published in the year 1836 ആണ്. ഓക്കെ, ഈ ടൈമിൽ തന്നെയാണ് മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യുന്നത്. Along with My Last Duchess, it has become one of the Browning's most famous dramatic monologue. ഇനി എന്തുകൊണ്ടാണ് അത് ഇത്രയും ഫേമസ് ആവാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സെറ്റിങ്ങിൽ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് ഈ ഒരു ഇതിലേക്ക് സംഭവിക്കുന്നുണ്ട്. ഒരു ഷോക്കിംഗ്ലി ഡാർക്ക് എൻഡിങ് ആണ് ഈ ഒരു പോയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഇത്രയും ഫേമസ് ആവാനായിട്ടുള്ളൊരു കാര്യം. സോ due in no small part of a shockingly dark ending. In the poem നമ്മൾ കാണുന്നത് it is a speaker who describes being visited by his passionate lover. ലവറിൻ്റെ പേരാണ് Porphyria. Okay, after realizing how much she cares for him, however, the speaker strangles Porphyria and then props her lifeless body beside him. സോ ജസ്റ്റ് ഒരു പ്രാന്ത് പിടിച്ച ഒരു മനുഷ്യൻ എങ്ങനെയാണോ അവൻ്റെ ലവറിനെ വളരെ പാഷനേറ്റ് ആയിട്ട് അവരൊരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉള്ള ഒരു ട്വിസ്റ്റാണ്, അവളെ സ്ട്രാങ്കിൾ ചെയ്ത് കൊല്ലുന്നു. ഓക്കെ, ലവറിനെ സ്ട്രാങ്കിൾ ചെയ്ത് കൊല്ലുന്നു. എന്നിട്ട് ആ ഒരു ലൈഫ്ലെസ് ബോഡി ആയിട്ട് ആ ഒരു നൈറ്റ് ഫുൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു ലവറിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഓക്കെ, he then concludes the poem by announcing that God has yet to punish him for his murder. While the speaker is often taken to be a madman, with his very twisted motivation seem clear, in killing Porphyria, he takes control over her, transforming her into an obedient object that will remain pure forever. So ഇതാണ് ഈ ഒരു പോത്തിൻ്റെ നമ്മളൊരു ഷോർട്ട് സമ്മറി ചോദിക്കുകയാണെങ്കിൽ പറയാനുള്ളത്. സോ ഈ ഒരു പോം എന്ന് പറയുന്നത് നമുക്ക് എത്ര ലൈൻസ് ഉണ്ടെന്ന് അറിയുമോ? 60 ലൈൻസ് ഉള്ളൊരു പോമാണ്. പക്ഷെ നല്ല രസമാണ് വായിക്കാൻ. നമ്മൾ നല്ല രീതിക്ക് നമുക്ക് വായിച്ചിട്ട് പോകാനായിട്ട് പറ്റും. ഓക്കെ, സോ ആദ്യമേ ഇതിൻ്റെ സെറ്റിംഗ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കുറച്ച് ലൈൻസ് ഇതിൻ്റെ സെറ്റിംഗ് ആണ് പറയുന്നത്. പോം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് ടൈമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് വായിക്കാം. The rain set early into night. The sullen wind was soon awake. It tore the elm tops down for spite, and did it worse to vex the lake. I listened with heart fit to break, then glided in Porphyria. Straight she shut
the cold out of the storm. So നമുക്ക് ജസ്റ്റ് 7 ലൈൻസ്, ഫസ്റ്റ് 7 ലൈൻസ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് 7 ലൈൻസിൽ ആദ്യത്തെ 5 ലൈൻസ് നമുക്ക് അതിൻ്റെ സെറ്റിംഗ് ഓഫ് ദ പോം ആണുള്ളത്. എങ്ങനെയാണ് പറയുന്നത്? സോ ഇന്ന് നേരത്തെ തന്നെ മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. സോ ഇറ്റ് ഈസ് എ വിൻ്റർ നൈറ്റ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, നൗ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് ഏർലി ടു നൈറ്റ്. സോ നല്ല കാറ്റൊക്കെ ഉണ്ട്. അതിൽ നിന്ന് പറയുന്നുണ്ട് എൽം ട്രീസിൻ്റെ, നമുക്കറിയാം വലിയ ലോങ് ട്രീസ് ആണ് എൽം ട്രീസ്. സോ അതിൻ്റെയൊക്കെ ടോപ്സ് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. സോ അത്രയ്ക്ക് നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ ഈ ഒരു കാറ്റ് കാരണം അവിടെ ഉണ്ടായിരുന്ന ലേക്കിലെ വാട്ടറിനെ വരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ളൊരു കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പോയറ്റ് അല്ലെങ്കിൽ നമ്മളുടെ സ്പീക്കർ, he was listening to the storm and thinking my heart was about to break. സോ ഈ ഒരു സ്റ്റോമൊക്കെ ഇങ്ങനെ അതിങ്ങനെ കേട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കോട്ടേജിലാണ്. സോ ഈ ഒരു സ്റ്റോമും കാര്യങ്ങളും എല്ലാം കേട്ടിരിക്കുന്നു. ആൻഡ് ഹീ ഈസ് തിങ്കിങ് സംതിങ്. മേ ബി നമുക്കിതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാം, ഇത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചേഞ്ചസ് ആണ്, ഇദ്ദേഹം എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു ഇതുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സെറ്റിങ്ങിനെ നമുക്ക് ഈക്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നൗ ഇങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് ആര് വരുന്നത്? പ്രൊഫേരിയ കയറി വരികയാണ്. ആൻഡ് റൈറ്റ് അവേ പുള്ളിക്കാരത്തി കോട്ടേജിൻ്റെ അകത്തേക്ക് കയറിയ ഉടൻ വിൻഡോസ് എല്ലാം അടയ്ക്കുന്നുണ്ട്. ഓക്കെ, വിൻഡോസ് അടയ്ക്കുന്നു. റൂം ഇപ്പം തണുപ്പാണ്. സോ വിൻഡോസ് എല്ലാം അടച്ചിട്ട് വെക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ലൈൻസ്, ആൻഡ് kneeled and made the cheerless gate blaze up all the cottage warm. When dusk she rose and from her withdrew the dripping cloak and shawl. സോ പ്രൊഫീരിയ നേരെ കയറി വരുന്നു, ഇതെല്ലാം അടയ്ക്കുന്നു. എന്നിട്ട് ഇവർ നേരെ പോകുന്നത് ആ ഒരു ഫയർ പ്ലേസിലേക്കാണ്. അവിടെ പോയിട്ട് ഫയർ ലൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷീ knelt down and lit a blazing fire in the fireplace. ഇനി ആ ഒരു കോട്ടേജിന് കംപ്ലീറ്റ് വാം ആക്കുന്നുണ്ട്. ഓക്കെ, വെൻ ഷീ ഈസ് ഡൺ വിത്ത് ദാറ്റ്, വെറ്റായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയിനി ഡേ ആണ് അല്ലേ. നേരത്തെ നൈറ്റാണ്, ഈവനിങ്. ഓക്കെ, റെയിനിങ് ആണ്. സോ അവൾ മഴയത്തു നിന്നാണ് കയറി വന്നത്. സോ ഓഫ് കോഴ്സ് അവളുടെ ക്ലോഗൊക്കെ വെറ്റായിട്ടുണ്ട്. സോ ഇങ്ങനെ റൂമൊക്കെ എന്താ പറയുക, ഫയർ പ്ലേസ് ഒക്കെ വെച്ചിട്ട് നല്ല വാം ആക്കിയതിന് ശേഷം വെൻ ഷീ വാസ് ഡൺ വിത്ത് ദാറ്റ് ഷീ ടുക്ക് ഹെർ വെറ്റ് ക്ലോക്ക് ആൻഡ് ഷോൾ. ആൻഡ് അവൾ ഇട്ടിരുന്ന ഗ്ലൗവും എല്ലാം ഊരി ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, line number 12 to 16, and laid her spoiled gloves up, untied her hat and let the damp hair fall, and last she sat down by my side and called me. With no voice replied, she put my arm around her waist and made her smooth white shoulder bare, and all her yellow hair displaced, and stooping made my cheek lie there. So after taking off her wet cloak and shawl, ഇനി കയ്യിലിട്ടിരുന്ന ഗ്ലൗ ഇങ്ങനെ റിമൂവ് ചെയ്ത് വെക്കുന്നു. നമുക്കറിയാം വിക്ടോറിയൻ ഏജിലുണ്ടായിരുന്ന വിമൻ എങ്ങനെയായിരുന്നു ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അവർ ഗ്ലൗസ് ഒക്കെ ഇടും, ലോങ് ഗൗൺസ് ആണ് അവർക്കുള്ളത്. അവർ പുറത്തിറങ്ങുമ്പോൾ ക്ലോഗ് അല്ലെങ്കിൽ കോട്ടൊക്കെ ധരിക്കാറുണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അവർക്ക് ഹാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ആൻഡ് ഷീ അൺടൈഡ് ഹെർ ഡാംപ് ഹെയർ. ഓക്കെ, മഴയത്ത് വന്നതാണ്, അപ്പം മുടി നനഞ്ഞിട്ടുണ്ടായിരിക്കാം. സോ ഷീ ജസ്റ്റ് അൺടൈഡ് ഇറ്റ് ആൻഡ് ഫൈനലി കെയിം ആൻഡ് സാറ്റ് നെക്സ്റ്റ് ടു ദ സ്പീക്കർ. സ്പീക്കറിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ആൻഡ് ഷീ സ്പോക്ക് ടു ഹിം. ഓക്കെ, സോ ഇങ്ങനെ നമ്മളുടെ സ്പീക്കർ ഇങ്ങോട്ട് സംസാരിക്കുന്നില്ല. ജസ്റ്റ് പ്രൊഫീരിയ പറയുന്നതെല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഐ ഡിഡൻറ്റ് സേ എനിത്തിങ് ബാക്ക്. പിന്നെ പ്രൊഫീരിയ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഷീ പുട്ട് മൈ ആം അറൗണ്ട് ഹെർ വീസ്റ്റ്. സോ അവളുടെ വീസ്റ്റിലേക്ക് അവളുടെ ലവറിൻ്റെ ഹാൻഡ് ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. ദെൻ ഷീ brushed her blonde hair off her smooth white shoulder and lay my cheek on it. And now she laid his cheek on her shoulder. Okay, അവളുടെ വൈറ്റ് ഷോൾഡറിലേക്ക് അവളുടെ ലവറിൻ്റെ ചീക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വെച്ചു. നെക്സ്റ്റ് ലൈൻ ഫ്രം 20 to 20. And spread over all her yellow hair, murmuring how she loved me. She, too weak for all her heart's endeavor to set its struggling passion free from pride and vainer ties disappear, and give herself to me forever. So from line number 20 to 25 നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. സോ ഇങ്ങനെ കിടത്തിയതിന് ശേഷം ഇവൾ ഈ ഒരു യെല്ലോ ഹെയർ കംപ്ലീറ്റ്ലി സ്പ്രെഡ് ചെയ്തിടുന്നുണ്ട്. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ടു murmur how much she loved him. Okay,
ഇനി ലൈൻ നമ്പർ 22-25 ആണ് ഈ ഒരു പോത്തിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമുക്ക് പറയാൻ പറ്റും. അതായത് ലൈൻ നമ്പർ 22-25 എന്തോ ഒരു കാര്യം ഇവളെ പ്രിവെൻറ്റ് ചെയ്യുന്നതായിട്ടാണ് പോയിറ്റ് പറയുന്നത്. ഓക്കെ, ഷീ എന്തോ ഭയങ്കര വീക്കാണ്, അവൾ ഭയങ്കര പാഷനേറ്റ് ആണ്, ഭയങ്കരമായിട്ട് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ട്, ബട്ട് സംതിങ് ഈസ് പ്രിവെൻറ്റിങ് ഹെർ. സോ അതാണ് ഇവിടെ പറയുന്നത്. ഡിസ്പൈറ്റ് ഹൗ മച്ച് ഷീ വാണ്ടഡ് ടു ബി വിത്ത് മീ, പ്രൈഡ് ആൻഡ് അതർ സില്ലിയർ ഫീലിംഗ് stood in the way, stopping her from indulging in her desires and letting me possess her forever. എന്നേക്കും ഇവൻ്റെതായിട്ട് തീരാൻ അവൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നിരുന്നാലും സംതിങ് ഇസ് പ്രിവെൻറ്റിങ് ഹെർ ഫ്രം ബീയിങ് ഹിസ് ഓൺ. ഇനി അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇൻ്റർപ്രിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മേ ബി എന്തെങ്കിലും ക്ലാസ് ഡിഫറൻസ് ആയിരിക്കാം, ഇവർ തമ്മിലുള്ളൊരു ക്ലാസ് ഡിഫറൻസ് ആയിരിക്കാം അവളെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അതിൽ പറയുന്നുണ്ട് പ്രൈഡ് ആകാം, അല്ലെങ്കിൽ ഈവൻ വേറെ എന്തെങ്കിലും സില്ലിയർ ഫീലിങ്സ് ആകാം എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഫ്രം ലൈൻ 26 നമുക്ക് നോക്കാം. ബട്ട് പാഷൻ സംടൈംസ് വുഡ് പ്രിവീൽ. സോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പാഷൻ ആയിരിക്കാം പിന്നീട് പ്രിവെയിൽ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബട്ട് ഹെർ ഡിസയർ വുഡ് സംടൈംസ് ഗെറ്റ് ദ ബെസ്റ്റ് ഓഫ് ഹെർ. ഫ്രം ലൈൻ 27-29 നോക്കാം. ഓക്കെ, നോർ കുഡ് ടു നൈറ്റ്സ് ഗേ ഫീസ്റ്റ് റിസ്ട്രെയിൻ എ സഡൻ തോട്ട് ഓഫ് വൺ സോ പെയിൽ ഫോർ ലവ് ഓഫ് ഹെർ ആൻഡ് ഓൾ ഇൻ വെയിൻ. സോ ഇതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് തൊട്ട് മുന്നേ ഉള്ള ലൈനിൽ എന്താണ് പറഞ്ഞത്? ഡിസയർ മേ ബി ഇതിനെയൊക്കെ ഓവർറൈഡ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഇനി അതാണ് പറയുന്നത്, ഇവളെ എന്താണ് ഓവർറൈഡ് ചെയ്ത് വന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഇവള് ഒരു വലിയൊരു ഫീസ്റ്റ് അറ്റൻഡ് ചെയ്യുകയായിരുന്നു ആ ഒരു ഈവനിങ്ങിൽ. ഓക്കെ, സോ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് ഫീസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഇവളുടെ ലവറിനെ കാണാനായിട്ട് ഓടി വന്നത്. ആൻഡ് ഓൾസോ ഷീ കുഡൻറ്റ് ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് മീ, picturing me wanting to be so badly that it made me weak and pale and all for nothing. So she has come all the way ആ ഒരു ഫീസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഷീ വാണ്ടഡ് ടു ബി വിത്ത് ഹിം. സോ അതുകൊണ്ട് അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നൗ ഫ്രം ലൈൻ 30-33 വരയ്ക്ക് നമുക്ക് നോക്കാം. സോ ഷീ വാസ് come through wind and rain, be sure I looked up at her eyes, happy and proud. At last I knew Porphyria worshipped me. So surprise made my heart swell and still it grew. സോ ഡിസ്പൈറ്റ് ഓഫ് ദ റെയിൻ അവളൊരു ഗ്രാൻഡ് ഫീസ്റ്റ് അറ്റൻഡ് ചെയ്യുകയായിരുന്നു. ഇതെല്ലാം അവൾ മാറ്റി വെച്ചിട്ട് ഇദ്ദേഹത്തിനെ കാണാനായിട്ട് ഓടി വന്നു. ആൻഡ് ഓൾസോ നമ്മൾ നേരത്തെ സെറ്റിങ്ങിൽ പറഞ്ഞിരുന്നു ഭയങ്കരമായിട്ടുള്ള കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതിനെയൊക്കെ ഓവർറൈഡ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഡോണ്ട് ഡൗട്ട് ഇറ്റ്, ഐ ലുക്ക്ഡ് അപ്പ് അറ്റ് ഹെർ ഹാപ്പി ആൻഡ് പ്രൗഡ് ഐസ്. സോ നൗ ഈ ഒരു ലവറിനും ഭയങ്കര പ്രൗഡാണ്. ബിക്കോസ് ലൈക്ക് എല്ലാ ഇത് വെച്ചിട്ടാണെങ്കിലും ഇത്രയും ഒരു എന്താ പറയുക, ഒരു ഡിഫറൻസ് മേ ബി ഉണ്ടായിട്ട് പോലും Porphyriaക്ക് ഇദ്ദേഹത്തിനോട് ഇഷ്ടമുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് മെയ്ഡ് ഹിം റിയലൈസ് ദാറ്റ് Porphyria loved him completely. ഓക്കെ, ആൻഡ് ഓൾ ദീസ് ഇവൻറ്റ്സ് മെയ്ഡ് ഹിം റിയലൈസ് ദാറ്റ് Porphyria ഒത്തിരി മാത്രം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഇദ്ദേഹത്തിന് റിയലൈസ് ചെയ്യുന്നു. ആൻഡ് ഹിസ് ഹാർട്ട് ഇസ് നൗ ഫിൽഡ് വിത്ത് ഹാപ്പിനെസ് ആൻഡ് പ്രൈഡ്. ഒത്തിരി സന്തോഷവും അഭിമാനവും ഒക്കെ കൊണ്ട് ഈ ഒരു ലവറിൻ്റെ ഹാർട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നു. ആൻഡ് ഹി ന്യൂ ഇറ്റ് വാസ് ഗെറ്റിംഗ് ഫുള്ളർ. ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ടൈമാണ് അത് എന്ന് നമ്മളുടെ സ്പീക്കറിന് ഇവിടെ മനസ്സിലാകുന്നു. ഓക്കെ, ആൻഡ് ഇനി ഇദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് മൂവ് നമുക്ക് എന്താന്ന് നോക്കാം. ലൈൻ നമ്പർ 35-40 നമുക്ക് നോക്കാം. വൈൽ ഐ ഡിബേറ്റഡ് വാട്ട് ടു ഡു ദാറ്റ് മൊമെന്റ് ഷി വാസ് മൈൻ ഫെയർ, perfectly pure and good. I found a thing to do, and all her hair in one yellow string I wound 3 times her little throat around and strangled her. സോ 41 വരയ്ക്കുമാണ് നമ്മൾ പറഞ്ഞത്. നമുക്കിനി അതിൻ്റെ നോക്കാം. സോ ഇദ്ദേഹം ഇനി കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ റിയലൈസിങ് ദാറ്റ് Porphyria loved him so much, ആൻഡ് ഇങ്ങനെ ഓർത്തിരിക്കുകയാണ് ഇപ്പം എന്താ ചെയ്യേണ്ടേ എന്ന്. ഓക്കെ, ആൻഡ് ഹി വാസ് ട്രൈയിങ് ടു ഫിഗർ വാട്ട് ടു ഡു നെക്സ്റ്റ്. ഇനി തൊട്ടടുത്ത നിമിഷം അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻഡ് ഹി റിയലൈസ് ദാറ്റ് ഈ ഒരു നിമിഷം Porphyria എൻ്റെത് മാത്രമാണ്. സീ ലുക്ക് അറ്റ് ദ ലൈൻസ് ദെയർ. ദാറ്റ് മൊമെന്റ് ഷീ വാസ് മൈൻ ഫെയർ. 2 പ്രാവശ്യം മൈൻ എടുത്ത് പറയുന്നുണ്ട്. എൻ്റെത് മാത്രമാണ് അവൾ ഈ ഒരു ടൈമിൽ. ഓക്കെ, എന്നിട്ട് റിയലൈസ് ചെയ്തിട്ട് പറയുന്നുണ്ട്, ആൻഡ് ഈ ഒരു ടൈമിൽ അവൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, വളരെ വേർച്വസ് ആണ്, നോബിൾ ആണ്. ഓക്കെ, സി അതാണ് ദാറ്റ് ലൈൻ, പെർഫെക്റ്റ്ലി പ്യുവർ ആൻഡ് ഗുഡ്. ആൻഡ് ഐ ഫൈനലി ഫിഗർഡ്. എന്നിട്ട് ഇദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം പെട്ടെന്ന് അവളുടെ ആ ഒരു യെല്ലോ ഹെയർ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അവളുടെ മുടിയിൽ നിന്ന് എടുത്തിട്ട് അതിനൊരു ലോങ് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരൊറ്റ സിംഗിൾ സ്ട്രാൻഡ് ആക്കുന്നു. ആൻഡ് വാട്ട് ഹി ഡിഡ് വാസ് ഇതിനെ അവളുടെ നെക്കിൻ്റെ ചുറ്റും ഒരു 3 പ്രാവശ്യം ചുറ്റുന്നു.
ആൻഡ് ദെൻ സ്ട്രാങ്കിൾഡ് ഹെർ, അവളെ ഞെരുക്കി കൊല്ലുന്നു. ഓക്കെ, നെക്സ്റ്റ് ലൈൻ ഫ്രം 41 to 45 നമുക്ക് നോക്കാം. No pain felt she, I am quite sure she felt no pain. As I shut but that holds a bee, I rarely opened her lid again, laughed the blue eyes without a stain. സോ ഇതാണ് 45 വരയ്ക്കുള്ള ലൈൻസ്. സി, ഇതിൽ നമുക്ക് വല്ലാത്തൊരു ഇമോഷൻ ഈ ഒരു ലൈൻസിലുണ്ട്. Line number 41, no pain she felt, I am quite sure she felt no pain. And the speaker here is quite sure that അവൾക്ക് ഒരിക്കലും ഒരു വേദനയും അനുഭവിച്ചിട്ടല്ല അവൾ മരിച്ചത് എന്ന് നമ്മളുടെ സ്പീക്കർ ഇവിടെ ഭയങ്കര ഷുവർ ആണ്. ആൻഡ് എന്തുകൊണ്ടാണ് അവനത് പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരിച്ചതിന് ശേഷം നമുക്കറിയാം നമ്മളുടെ കണ്ണുകൾ അടയും അല്ലേ. സോ ഇവളുടെ കണ്ണും അതേപോലെ അടഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കിക്കേ. ആസ് എ ഷട്ട് ബഡ് ഹോൾഡ്സ് എ ബീ, എങ്ങനെയാണോ ഒരു ബീനെ ഒരു ബഡ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെയായിരുന്നു അവളുടെ കണ്ണ്. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഹർ ഐസ് വെയർ ലൈക്ക് എ ഫ്ലവർ വിത്ത് ഇറ്റ്സ് പെറ്റൽസ് ക്ലോസ്ഡ് അറൗണ്ട് എ ബീ. സി ദാറ്റ് കമ്പാരിസൺ, നല്ലൊരു കമ്പാരിസൺ ആണത്. ഓക്കെ, ഇനി ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇവളുടെ ഐലിഡ്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഐലിഡ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അവളുടെ ആ ഒരു ബ്ലൂ ഐസ് കാണുന്നുണ്ട്. ആൻഡ് ആ ഒരു ബ്ലൂ ഐസ് ചിരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ലൈക്ക് അവൾ ഹാപ്പി ആയിട്ടാണ് അവൾ മരിച്ചത് എന്നുള്ളതിനെയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഓക്കെ, and I rarely opened her lid again, laughed the blue eyes without a stain. Next one from 46 to 50 നമുക്ക് നോക്കാം. And I untied next the stress about her neck, her cheek once more blushed bright beneath my burning kiss. I propped her head up as before, only this time my shoulder bore her head. സോ ഇനി അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ സ്ട്രാങ്കിൾ ചെയ്ത് വെച്ചിരുന്ന ഹെയറിനെ ലൂസൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ലൂസൺ ചെയ്തിട്ട് അവളുടെ ചീക്കിൽ ഇദ്ദേഹം ഒരു പാഷനേറ്റ് ആയിട്ട് ഇദ്ദേഹം കിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി സേസ് ദാറ്റ് ഇവളുടെ ഈ ഒരു ഇദ്ദേഹം കിസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇറ്റ് വാസ് ബ്ലഷ്ഡ്, ഇങ്ങനെയാണ് ഇറ്റ് ബ്ലഷ്ഡ് ബ്രൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വാട്ട് ഹി ഡിഡ് വാസ്, ഇവളുടെ തല ഇദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ഇനി ചായച്ചു. നേരത്തെ എങ്ങനെയായിരുന്നു, പ്രൊഫീരിയയുടെ ഷോൾഡറിലായിരുന്നു ലവറിൻ്റെ ചീക്ക് റെസ്റ്റ് ചെയ്തിരുന്നത്, ഇപ്പോൾ നേരെ തിരിച്ച്. ഓക്കെ, ആൻഡ് വൺസ് ദിസ് ടൈം മൈ ഷോൾഡർ ബോർ ഹെർ ഹെഡ്, ഈ ടൈമിൽ എൻ്റെ ഷോൾഡറിലായിരുന്നു അവളുടെ ഹെഡ് എന്ന് പറയുന്നു. ആൻഡ് നെക്സ്റ്റ് ലൈൻ നമ്പർ 51 to 55 നമുക്ക് നോക്കാം. which droops upon it still the smiling rosy little head, so glad it has its utmost will, and all its count at once is fled, and I its love am gain instead. ഇനി ഇദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ഇവളുടെ ആ ഒരു സ്മൈലിംഗ് പിങ്ക് ഫേസ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, ഇവളിപ്പോൾ കാണാൻ ഭയങ്കര ഹാപ്പിയാണ്. ഷീ ഈസ് സോ ഹാപ്പി. എന്തുകൊണ്ടാണ് ഹാപ്പി ആയത്? ബിക്കോസ് ഷീ ഹാസ് ഫൈനലി റിസീവ്ഡ് വാട്ട് ഷീ വാണ്ടഡ്. നൗ ഷീ ഈസ് ഫ്രീ അല്ലേ, ഇദ്ദേഹത്തിൻ്റെത് മാത്രമാകാനായിട്ട് അവൾ ഫ്രീ ആണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ആൻഡ് ഓൾ ദ തിങ്സ് ഷീ സ്ട്രഗിൾഡ് വിത്ത് ആർ ഗോൺ, and now she has won my love instead. So നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, there is something preventing her from being his own. സോ അവൾക്ക് ആ ഒരു സോഷ്യൽ എന്താ പറയുക, ഒരു സോഷ്യൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ കൺസ്ട്രെയിൻസിൽ നിന്നൊക്കെ ഇവളിപ്പോൾ മുക്തയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ലിബറേറ്റഡ് ആണ് അവൾ ഫ്രീ ആണ്. ആൻഡ് അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഇവളുടെ ഫേസിൽ കാണാനുണ്ട് എന്നാണ് നമ്മളുടെ സ്പീക്കർ പറയുന്നത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഷീ ഹാസ് വൺ മൈ ലവ് ഇൻസ്റ്റെഡ്, എൻ്റെ സ്നേഹം അവൾ ഇപ്പോൾ എന്താ പറയുക നേടിയിട്ടുണ്ട്, ആ ഒരു സന്തോഷം ഇവളുടെ ഫേസിലുണ്ട് എന്ന് സ്പീക്കർ പറയുന്നു. നെക്സ്റ്റ് ലൈൻ നമ്പർ 56 to 60. Porphyria's love കോളനിലാണ്. She guessed not how her darling one wish could be heard, and thus we sit together now, and all night long we had not stirred, and yet God has not said a word. So ഇങ്ങനെയാണ് ഈ ഒരു പോം കൺക്ലൂഡ് ചെയ്യുന്നത്. ഇനി എന്താണ് പറയുന്നത്? പ്രൊഫീരിയ ഒരിക്കലും ഇവളുടെ ഈ ഒരു വിഷ് കിട്ടുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. കണ്ടില്ലേ, അതാണ് പറയുന്നത്. ഷീ ഗെസ്ഡ് നോട്ട് ഹൗ ഹെർ ഡാർലിംഗ് വൺ വിഷ് കുഡ് ബി ഹേർഡ്. ഷീ നെവർ ഗെസ്ഡ് ഹൗ, ലൈക്ക് ഇവളുടെ ഈ ഒരു ഡിസയർ ഇത് ആൻസർ ചെയ്യപ്പെടും എന്ന് അവൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ആൻഡ് ഇനി പറയുന്നത് എന്താണ്? ആൻഡ് ദസ് വി സിറ്റ് ടുഗെദർ നൗ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ്. സോ ഇവളെ
ഇവളെ കൊന്നതിന് ശേഷം ഇവളെ എവിടെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്, ഷോൾഡറിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഫുൾ നൈറ്റ് ഒട്ടും അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അവർ രണ്ടുപേരും. ഓക്കെ, ആൻഡ് വി ആർ സിറ്റിംഗ് ടുഗെദർ ആൻഡ് വി ഹാവൻ മൂവ്ഡ് ഓൾ നൈറ്റ് ആൻഡ് യെറ്റ്, ഇനി അദ്ദേഹം പറയുകയാണ്, ആൻഡ് യെറ്റ് ഗോഡ് ഹാസ് നോട്ട് എ വേർഡ് ആൻഡ് ഗോഡ് ഹാസ് നോട്ട് സെഡ് എ വേർഡ്, ഈവൻ ദൈവം പോലും ഒരു കാര്യവും ഇതുവരെയ്ക്കും പറഞ്ഞിട്ടില്ല. അതായത് ദൈവം പോലും ഈ ഒരു ആക്ടിൽ സൈലൻസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഗോഡ് ഹാസൻ സെഡ് എനിത്തിങ് അബൌട്ട് ഇറ്റ്. സോ അത് മേ ബി ഇദ്ദേഹം ജസ്റ്റിഫൈ ചെയ്യുന്നതായിരിക്കാം, ഈവൻ ഗോഡ് പോലും ഇതൊരു തെറ്റായിട്ട് കാണുന്നില്ല എന്നുള്ള രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യുന്നതായിരിക്കാം ഇദ്ദേഹം. സോ ഇങ്ങനെയാണ് ഈ ഒരു പോം ഇവിടെ എൻഡ് ചെയ്യുന്നത്. നൗ എന്താണ് ഈ ഒരു പോം? ലൈക്ക് ഒരിക്കലും ഒരു ലവറും മരിക്കണമെന്ന് മറ്റൊരാൾ ആഗ്രഹിക്കില്ല. പക്ഷേ ഇദ്ദേഹത്തിനെ അല്ലെങ്കിൽ അവളെ ഇദ്ദേഹത്തിൻ്റെ നാഗതയിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് ഡിഫറൻസ് ആക്കാം. സോ അതിൽ നിന്നൊക്കെ ഇവളെ ഫ്രീ ആക്കി, അതിനുശേഷം ഇവളെ ലിബറേറ്റ് ചെയ്തു. ഇവളിപ്പം വളരെ സന്തോഷമാണ്. എന്നിട്ട് ഇദ്ദേഹം ഈ ഒരു ആക്ടിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു പോം ഉള്ളത്. സോ നമുക്ക് ഇതിൽ മെയിൻ തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന തീമാണ് ലവ്, വയലൻസ് ആൻഡ് കൺട്രോൾ. ഓഫ് കോഴ്സ് ഇതൊരു റൊമാൻറ്റിക് പോമാണ്. ഇവിടെ നമുക്ക് വയലൻസ് കാണാം, എങ്ങനെയാണ് അവളെ സ്ട്രാങ്കിൾ ചെയ്ത് കൊല്ലുന്നത് എന്ന് നമുക്ക് കാണാം. ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് കൊല്ലുന്നത്? ഇൻ ഓർഡർ അവളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അവളുടെ ആ ഒരു പ്യുവർ, അദ്ദേഹം പറയുന്നുണ്ട് മൈൻ എന്നെടുത്ത് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ വളരെ പ്യുവർ ആണ്, ഈ ഒരു ടൈമിൽ വളരെ വേർച്വസ് ആണ് എന്ന് പറയുന്നുണ്ട്. സോ ഹീ ഈസ് കൺട്രോളിങ് ഹെർ. നമുക്ക് അതും ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷുവാലിറ്റി, മൊറാലിറ്റി ആൻഡ് ഹിപ്പോക്രസി നമുക്കിതിലൊരു തീമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രൊഫൈറിയനെ നോക്കുകയാണെങ്കിൽ ലൈക്ക് ഈ ഒരു വിക്ടോറിയൻ സെറ്റിംഗ് നമുക്കറിയാം, വുമൺ എന്ന് പറയുന്നത് ദേ വെർ ഓൾവേസ് മെൻ ടു ബി എ കമ്പാനിയൻ ടു മാൻ. ഓക്കെ, അവർ ഇതിൽ നമ്മൾ കാണുന്ന ആദ്യം നമ്മൾ കാണുന്ന പ്രൊഫേരിയ വളരെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ ആണ്, ഒരു വിക്ടോറിയൻ വുമൺ ആണ്. അതിൽ ഒരു ലേറ്റ് നൈറ്റിൽ ഒരു കോട്ടേജിലേക്ക് അവൾ വരുന്നു, അവൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്നു. ആൻഡ് ഷീ ഈസ് നോട്ട് അഫ്രെയ്ഡ് ഓഫ് എനിത്തിങ്. അവൾക്ക് ഒരു വലിയൊരു ഗ്രാൻഡ് ഫീസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അവൾ അതുവരയ്ക്കും കളഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിനെ കാണാനായിട്ട് വരുന്നത്. സോ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഫേരിയ അല്ലെങ്കിൽ ഒരു വിക്ടോറിയൻ വുമൺ വരുന്നു. പക്ഷേ ലൈക്ക് അവളുടെ മുകളിലുള്ള ഒരു കൺട്രോൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിനോടുള്ള ആ ഒരു ലവ് ആയിരുന്നു. സോ അതാണ് അവൾക്ക് അടിയറവ് പറയേണ്ടി വന്നത്. ഓക്കെ, ഈ ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കോട്ടേജിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ ആകെ ഒരു ചേഞ്ച് കാണുന്നുണ്ട് പ്രൊഫീരിയയിൽ. ലൈക്ക് അവൾ വീക്ക് ആകുന്നുണ്ട് ആൻഡ് ഷീ ഈസ് മർമറിങ്, എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അവളുടെ ആ ഒരു സൊസൈറ്റിയിൽ പ്രഷറും കാര്യങ്ങളും ഒക്കെ അവൾ ഇദ്ദേഹത്തിനോട് പറയുന്നുണ്ട്. സോ അതിനുശേഷം ഒരു വീക്ക് പ്രൊഫീരിയനെ നമ്മൾ ഇതിൽ കാണുന്നുണ്ട് അല്ലേ. ആൻഡ് സോ ദ ഓൺലി തിങ് ദാറ്റ് വാസ് പ്രിവെൻറ്റിങ് ഹെർ ഫ്രം ബീയിങ് ഹിസ് ഓൺ വാസ് എന്തോ ഒരു ഇൻഇക്വാളിറ്റി അവർ തമ്മിലുണ്ടായിരുന്നു. അതായിരുന്നു ഇവളെ മാറ്റി നിർത്തിയിരുന്നത് എന്ന് റിയലൈസ് ചെയ്യുന്ന ലവറാണ് ഏറ്റവും ലാസ്റ്റ് അവളെ കൊല്ലുന്നത്. സോ അതാണ് ഇതിൽ പിന്നീട് നമ്മൾ കാണുന്ന ഒരു സീക്വൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ കാണുന്നത്. ആൻഡ് ഓൾസോ നമ്മളിതിലെ സെറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്റ്റോം, ഭയങ്കര വിൻഡി ആയിട്ടുള്ള നൈറ്റ്, റെയിൻ ഉണ്ട് ഇതൊക്കെ പറയുന്നത്. ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ആൻഡ് ഓൾസോ അതിനുശേഷം പ്രൊഫേരിയ വന്നതിന് ശേഷമുള്ള ഒരു സെറ്റിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കോസി ആയിട്ട് മാറുന്നുണ്ട്. ആ ഒരു കോട്ടേജിന് അവൾ വന്നു, ആ ഒരു ഫയർ പ്ലേസിൽ വന്നിട്ട് ഫയർ ലൈറ്റ് ചെയ്യുന്നു. പിന്നീട് ആ ഒരു കോട്ടേജിനാകെ കോസി ആയിട്ട് മാറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതും ആ ഒരു വിക്ടോറിയൻ ടൈമിലുണ്ടായിരുന്ന വിമൻ്റെ റിഫ്ലക്ഷനാണ്. ദാറ്റ് ഹൗ ദേ മാനേജ് ദെയർ ഫാമിലി, അല്ലെങ്കിൽ ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ എങ്ങനെയാണ് വളരെ കോസി ഒരു എൻവയോൺമെൻറ്റിലേക്ക് ഈ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വിക്ടോറിയൻ വുമൺ, ഒരു ടിപ്പിക്കൽ വിക്ടോറിയൻ വുമൺ എങ്ങനെയായിരുന്നോ കൊണ്ടുപോയിരുന്നത്, അങ്ങനെയുള്ള ഒരു അനാലിസിസും കൂടെ നമുക്ക് ഇവിടെ പറയാനായിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു പോത്തിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ പോം മനസ്സിലാക്കണം. ആൻഡ് ഓൾസോ നമ്മൾ ആ ഒരു ഏജുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാനായിട്ട് നമ്മൾ പഠിക്കണം. സോ ഇതാണ് ഈ ഒരു പോം. ആൻഡ് ഓൾസോ നമ്മൾ എഴുതുമ്പോൾ എന്താണ് ഡ്രമാറ്റിക് മോണോലോഗ്, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും മെയിനായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ആരെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.